ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ഫ്ലെമിംഗോസിനെ കാണാനായിട്ട് പോകാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ജഗറ സൈഡിലേക്കാണ് പോകുന്നത്. ജഗറ സൈഡിലേക്കുള്ള ഒരു സിറ്റിയിൽ നിന്ന് ജഗറയിലേക്കുള്ള റോഡിൽ കൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇത് നോർത്തിലോട്ട് പോകുന്നൊരു വഴിയാണ്. വളരെ മനോഹരമായിട്ടാണ് അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ. നമുക്ക് എന്ത് പെർഫെക്ഷനിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കൺസ്ട്രക്ഷനും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലൈ ഓവറൊക്കെ എന്ത് ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ ഔട്ട്പുട്ട് നോക്കണം, അതിൻ്റെ ഫിനിഷിങ് കോൺക്രീറ്റ് ആണെന്ന് പറയത്തില്ല, ഭയങ്കര പെർഫെക്ഷനിൽ ചെയ്ത് വെച്ചേക്കുന്ന ഡിസൈനും. നമ്മുടെ നാട്ടിൽ കാണുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നും. കാരണം ഇങ്ങനെ ഇത്രയും വൃത്തികേടായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ നാട്ടിൽ പോയി കണ്ടാൽ ഒരു നിർമ്മാണം, അത് പ്രത്യേകിച്ചും പൊതുമരാമത്തിൻ്റെ ഒരു നിർമ്മിതി എത്ര വൃത്തികേടായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മുടെ നാട്ടിൽ പോയി നമ്മുടെ ചില വില്ലേജ് ഓഫീസുകളും അല്ലെങ്കിൽ പിന്നെ ബസ് സ്റ്റേഷൻസൊക്കെ പോയി കണ്ടാൽ മതി. അപ്പം നമുക്ക് മനസ്സിലാകും നമ്മുടെ എൻജിനീയേഴ്സിൻ്റെ ക്വാളിറ്റിയും ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുന്ന അഴിമതിയുടെയൊക്കെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കമ്പനികൾ വന്ന് ചെയ്യുന്നത്, അതായത് അവർ കൊടുക്കുന്ന മണി അതെങ്ങനെയൊക്കെ അതിൻ്റെ ഔട്ട്പുട്ട് ആക്കി വെച്ചിട്ട് കാണിക്കാൻ പറ്റുമോ അതുപോലെ വൃത്തിയായിട്ട് ചെയ്തിട്ട് പോകുന്നതാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മാറി വരണം. ഇതൊക്കെ നമ്മൾ ജനങ്ങൾ കുറേ ചിന്തിക്കണം. ഉദ്യോഗസ്ഥന്മാർ വളരെ ആത്മാർത്ഥമുള്ളവരും രാജ്യസ്നേഹമുള്ളവരും ഒക്കെ ആയിരിക്കണം. ഇത് പൈസ എങ്ങനെ അടിച്ചു മാറ്റാം, എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്ത മാത്രമുള്ളവരാണ്. അതൊരു ബീച്ചില്ല അവിടെ ശരിക്കും പറഞ്ഞാൽ. അതിങ്ങനെ കുറേ ചതുപ്പാണ്. അപ്പോൾ ഈ ചതുപ്പ് പ്രദേശങ്ങളാണ് ഈ ദേശം. അവിടുന്ന് അങ്ങോട്ടങ്ങ് പോയ ദോഹ എന്ന് പറയും. ദോഹ ഇങ്ങനെ അവിടെ പണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് സിറ്റിയൊക്കെ ഉണ്ട്. അതിൻ്റെ പരിസരം ഇങ്ങനെ അതിൻ്റെ സൈഡ് സീ സൈഡ് എല്ലാം വന്നിട്ട് ഇതൊരു ബേ ആണ്. അത് കടലിൽ നിന്ന് അങ്ങോട്ട് കയറിയിട്ട് ഇങ്ങനെ ചെന്ന് തീരുവാണ്. അതായത് ഈ കടൽ ബേയൊക്കെ ഈ കടലിടുക്ക് ഇങ്ങനെ വന്നിട്ട് കറങ്ങി അവിടെ ചെന്ന് തീരുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇറാഖിൻ്റെ ബോർഡറൊക്കെ ആയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് ഇറാഖൊക്കെ പോയിട്ട് ഇങ്ങനെ കറങ്ങി. അപ്പോൾ അവിടെ എപ്പോഴും കുറേ ചെളിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുവൈറ്റ് യൂണിവേഴ്സിറ്റിയുടെയൊക്കെ ബാക്കിൽ കൂടെ അങ്ങോട്ട് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരുപാട് ബേഡ്സുകൾ, അതായത് ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞാൽ ഈ സെപ്റ്റംബർ തൊട്ടാണ് ഇവിടെ ഈ ബേഡ് മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ കുവൈറ്റിൻ്റെ അകത്തോട്ട് ഒരുപാട് സീ സൈഡുകളുണ്ട്, ഒരുപാട് ഒരുപാട് ഐലൻഡുണ്ട്. ഈ ഐലൻഡ്സിലൊക്കെ വന്ന് ബേഡ് തങ്ങുകയും പിന്നെ അതുപോലെ ഇവിടെ വന്നിട്ട് ദേശാടന പക്ഷികൾ വന്നിട്ട് എന്ത് ചെയ്ത് അത് ക്ഷീണിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് അതിൻ്റെ ഒരു ഹാൾട്ടിങ് ആണ്, റെസ്റ്റ് എടുക്കാൻ വന്നിട്ട് ഇവിടെ ചിലപ്പോൾ 2 ദിവസമോ ഒരാഴ്ചയൊക്കെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് എനർജിയൊക്കെ സേവ് ചെയ്തിട്ട് വീണ്ടും ഇവിടുന്ന് യാത്ര ചെയ്യും. ഇത് തിരിച്ച് അങ്ങോട്ട് പോകും. തണുപ്പ് തുടങ്ങുമ്പോൾ അതായത് യൂറോപ്പിലും സൈബീരിയ, റഷ്യ ഇവിടെയൊക്കെ തണുപ്പ് തുടങ്ങുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ബേഡ്സ് വരും. ഇവിടുന്ന് ഇങ്ങനെ പോയി ആഫ്രിക്കയിലൊക്കെ നിന്നിട്ട് അവിടുന്ന് തിരിച്ച് ഇത് ഇങ്ങോട്ട് കുഞ്ഞുങ്ങളെയൊക്കെ ഒരുപ്പിച്ചിട്ട് വീണ്ടും ഇത് തിരിച്ച് അങ്ങോട്ട് പോകും. അപ്പോൾ ഈ 2 ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു സീസണിൽ ഇത് ഈ സെപ്റ്റംബർ തൊട്ട് ഏതാണ്ട് ഫെബ്രുവരി മാർച്ച് വരെയോളം വരും. അതായത് അവിടുത്തെ തണുപ്പൊക്കെ കഴിയുന്നത് ഇവിടെ അപ്പോൾ ചെറിയ മൈൽഡായിട്ടുള്ള നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും, തണുപ്പായിരിക്കും, പക്ഷെ ചൂടില്ല. അപ്പോൾ ഇതിങ്ങനെ വന്നിട്ട് നമ്മളിപ്പോൾ ആ സീസണിൽ എത്തിയിരിക്കുകയാണ്. വളരെ കാണാൻ വളരെ മനോഹരമാണ്. ഇത് ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൗസൻഡ്സ് ഓഫ് ഉണ്ട് ഈ ഫ്ലെമിംഗോസ്. അത് പല സൈസിലുള്ള ഫ്ലെമിംഗോസ് ഉണ്ട്. ഇത് കുറച്ച് നല്ല പിങ്ക് കളറായിട്ട് വരും, പിങ്കും അങ്ങനെയൊക്കെയുള്ള കളറ് ആയിട്ട് ഉള്ളതുണ്ട്. പിന്നെ കുറേ കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അതിന് വെച്ചാൽ ഗ്രേ കളറായിരിക്കും, അത്ര ഈ പിങ്ക് കളറൊന്നും വരത്തില്ല. ഇത് നല്ല ഹൈറ്റിൽ പറക്കുന്നൊരു പക്ഷിയാണ്. അങ്ങനെ ഒരുപാട് തരത്തിൽ. പിന്നെ ഇത് മാത്രമല്ല, പിന്നെ ഇപ്പോൾ ഒരുപാട് തരം മറ്റ് പക്ഷികളും വരാറുണ്ട്. ഇതിലത്തെ കണക്കനുസരിച്ചുണ്ട് 450 ഏറെ തരങ്ങളിലുള്ള സ്പീഷീസിലുള്ള പക്ഷികൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഇവിടെ വന്ന് ഹാൾട്ട് ചെയ്തിട്ടും കുഞ്ഞുങ്ങളെ വിരിച്ചിട്ടും മൈഗ്രേറ്റ് ഒക്കെ പോകുന്ന പക്ഷികളുണ്ടെന്നാണ് പറയുന്നത്. ഇതിനകത്തുനിന്ന് ഒരുപാട് ജീവികളൊക്കെ കാണുമായിരിക്കും. അതിനകത്ത് മീനെക്കാട്ടി കൂടുതൽ എനിക്ക് വന്ന് ഇതിനകത്ത് ഈ ചതുപ്പതിൻ്റെ അടിയിലെ കുറേ കീടങ്ങളൊക്കെ കാണും. അതിനെയൊക്കെ തിന്നാനായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ഒരുപാട് കടൽ പക്ഷികൾ വേറെ, പിന്നെ കൊക്കുകൾ, പരുന്ത്, പിന്നെ വിവിധ തരത്തിലുള്ള താറാവ് വർഗത്തിൽപ്പെട്ട ഡക്ക് ഇനത്തിൽപ്പെട്ട കുറേ പക്ഷികൾ, അങ്ങനെ ഒരുപാട് പക്ഷികളെ നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷേ ഇതെല്ലാം വളരെ മനോഹരമാണ്. അപ്പോൾ അതൊന്ന് ഇതിനൊക്കെ നല്ല പിങ്കാണ്. അത് കുറച്ച് നല്ലപോലെ മിക്സറായ സാധനമാണ്. അതിനൊക്കെ പിങ്ക് കളറുണ്ട്. മറ്റേ ഈ ജുവനയിലൊക്കെ ഒരു ഗ്രേ കളർ. പിന്നെ ഒരുപാട് കടൽ കാക്കകളുണ്ട്.
അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്നൊരു ഒരു കലവലയാണ് അവിടെ ശരിക്കും. ചില സമയം ഇതിന് ആ വേലിയേറ്റ സമയത്ത് ഇതെല്ലാം കുറച്ച് ഇങ്ങോട്ട് വരുന്നതാണ്. ഇപ്പോൾ വേലി ഇറങ്ങി വെള്ളം ഇറങ്ങി നിൽക്കുമ്പോൾ കുറച്ച് ഉള്ളിലോട്ട് പോകും. പിന്നെ ആ കാണുന്നതാണ് ഇതിൻ്റെ ദോഹ ബ്രിഡ്ജാണ് ശരിക്കും. ഇത് വലിയൊരു കടൽപ്പാലമുണ്ട് അത് 50 കിലോമീറ്റർ. അതല്ല, ഇത് ചെറിയൊരു കടൽപ്പാലമാണ്, ഒരു ബ്രിഡ്ജാണ്. അല്ല ഇവിടെയാണ് കണ്ടത്, ഇത് കണ്ടത് ഇതെല്ലാം കൂടെ വന്നിട്ട് ഒരു കലവല ഉണ്ടാക്കിക്കൊണ്ട് എല്ലാം കൂടെ അങ്ങോട്ട് ഇങ്ങനെ മിക്സായി കിടന്നിട്ട് കടൽപ്പാലവും ഈ ഫ്ലമിംഗോസും കൊക്കുകളും എല്ലാം കൂടെ ചേർന്നിട്ട് ഉള്ള ഒരു സ്ഥലമാണ് അവിടെ. വീട് വരെ പക്ഷേ എല്ലാം വളരെ മനോഹരമാണ്. അപ്പോൾ അത് കണ്ടത്. പിന്നെ ഈ കാണുന്നതാണ് അത് ഒരു ഗ്രേ കളറാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കുഞ്ഞുങ്ങളാണ്. പിന്നെ ഒരു കൊക്കുണ്ട്, അത് ഒരു ഗ്രേ ആണ്. പിന്നെ മറ്റേ കണ്ട കൊക്കുകളാണ്, കറുത്തതും പല സൈസിലുള്ളത്. പേരൊന്നും കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. അത് ചെറിയ ചെറിയ വേറെ ഒരുപാട് പക്ഷികളുണ്ട് വെള്ളത്തിലുള്ള. ഈ വെള്ള കളറ് ആയിട്ട് ഉള്ളതുണ്ട്. പിന്നെ കുറേ കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അതിന് ഇച്ചിരി ഗ്രേ കളറായിരിക്കും, അത്ര ഈ പിങ്ക് കളറൊന്നും വരത്തില്ല. ഇത് നല്ല ഹൈറ്റിൽ പറക്കുന്നൊരു പക്ഷിയാണ്. അങ്ങനെ ഒരുപാട് തരത്തിൽ. പിന്നെ ഇത് മാത്രമല്ല, പിന്നെ ഇവിടെ ഒരുപാട് തരം മറ്റു പക്ഷികളും വരാറുണ്ട്. ഇവിടുത്തെ കണക്കനുസരിച്ചുണ്ട് 450 ഏറെ അതിൻ്റെ ഇടയിൽ കുറച്ച് ഡോഗുകളും കുറച്ചല്ല കുറേ വന്നിട്ട് ഇതിനെ പിടിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും കിട്ടാറില്ല. ചിലപ്പോൾ കിട്ടുമായിരിക്കാം, നമ്മൾ കണ്ടില്ല. പിന്നെ അതെന്ത് ചിലപ്പോൾ ഇതൊക്കെ ഒരുപാടെണ്ണം ചത്തുപോവുകയൊക്കെ ചെയ്യും ബേഡ്സൊക്കെ. അപ്പോൾ അതിനെയൊക്കെ പിടിക്കാനും എടുക്കാനും തിന്നാനും ഒക്കെ ആയിട്ട് കുറേ ഇവിടുത്തെ തെരുവ് നായ്ക്കളുണ്ട്. കുറച്ചല്ലേ അതങ്ങനെ വന്നിട്ട് പോകുന്നുണ്ട്. പക്ഷേ തെരുവ് നായ എന്ന് പറഞ്ഞാൽ കാണാനൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഡോഗ്സാണ്. അതിപ്പോൾ ഒരെണ്ണം പോയി വെള്ളത്തിലിറങ്ങി, അതിനിറങ്ങി അത് നീന്തി കയറി അപ്പുറത്തോടെ പോകാൻ സൈഡിൽ കൂടെ ഒക്കെ ഉള്ള ഇതിലോട്ടൊക്കെ ഇറങ്ങി ഷോർട്ട് കട്ടായിട്ടൊക്കെ അതിങ്ങനെ കടന്നു പോവാണ്. ഇതിനെ കിട്ടിയാൽ ഒരെണ്ണത്തിനെ പിടിക്കാം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ പോക്കുകളൊക്കെ. അത് ഒരെണ്ണം മടിച്ച് നിന്ന് വെള്ളത്തിലിറങ്ങാൻ ഉടനെ മറ്റേ ഡോഗ് അതിനെ വിളിച്ച് വരുത്തുന്ന പോലെയൊക്കെ പിടിച്ച് കൊണ്ടുപോകുന്ന പോലെയൊക്കെ അതിനെ നമ്മളെ പിള്ളേരെ കൊണ്ടുപോകുന്ന പോലെയൊക്കെ അത് കൊണ്ടുപോകുന്നത്. മറ്റേതങ്ങ് പോയി കരയ്ക്ക് കയറി അവിടെ നിന്നിട്ട് മറ്റേത് നോക്കി നിൽക്കുന്നു. അതിനെ അങ്ങോട്ട് കയറുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുന്നു, ഇറങ്ങേണ്ട സ്ഥലമൊക്കെ അതാണ് കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അതിന് അവർ രണ്ടും ഇങ്ങനെ ആഘോഷിക്കുകയാണ്, അവരുടെ ജീവിതം ഉല്ലസിച്ച് നടക്കുകയാണ്. ഇങ്ങനെ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ പോയി കഴിഞ്ഞാൽ. അങ്ങോട്ട് കാണുന്നതെല്ലാം കുവൈറ്റിൻ്റെ ഒരു വലിയ സീസൈഡുള്ള ഒരു ഏരിയയാണ് കുവൈറ്റ് എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ കടൽ ഒരു ബ്രിഡ്ജാണ്, ദോഹ ബ്രിഡ്ജാണ്. അപ്പോൾ ആ ദോഹയിലോട്ട് ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്ന ഒരു സീവേ. ഇതൊരു കടലിടുക്കാണ് ശരിക്കും. ഈ കടലെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെന്നിട്ട് ഇത് അവിടെ ചെന്നിട്ട് തീരുകയാണ്. കുഴിച്ച് ഇങ്ങനെ നമുക്കങ്ങനെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഇതാണ് ഒരു ഡക്കുണ്ട്. നമ്മൾ കണ്ടാൽ നമ്മൾ ശരിക്കുമുള്ള താറാവ് പോലെ വളരെ വർണ്ണാഭമായ വളരെ വർണ്ണങ്ങളുള്ള ഒരു കടലാണ്. എന്നിട്ട് അതൊക്കെ മറന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ്. ഇനിയൊരു പ്രത്യേക ഒരു കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.